അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നറാവാൻ ശ്രമിക്കുക എന്നായിരുന്നു. പിന്നെ എന്ത് സംസാരിച്ചാലും ഫെനി അങ്ങനെ രാഹുലിന്റെ ഉറ്റ സുഹൃത്ത് ഫെനിയും അറസ്റ്റിലാവുമോ എന്ന ഡൗട്ടിലാണ്. കാരണം ഇന്നലെ ഫെനി അതിജീവിതയ്ക്കെതിരെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിജീവിതയും ഫെനിയും തമ്മിൽ ചാറ്റ് ചെയ്യുന്നത്. അതിജീവിത നമുക്ക് വിളിക്കേണ്ട വന്നതിൽ ഒരു നമ്മളെല്ലാവരും പറയുന്ന അതാണല്ലോ, നമുക്കത് പറഞ്ഞല്ലേ പറ്റൂ. അതൊരു അതിജീവിത എന്നല്ലാതെ മാറ്റി വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ അതിജീവിതയും രാഹുലും തമ്മിൽ രാഹുലല്ല ഫെനിയും തമ്മിൽ ചാറ്റ് ചെയ്ത ചാറ്റ് കംപ്ലീറ്റ് പുറത്തു വിട്ടില്ല. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. രാഹുൽ 2024 ബലാത്സംഗം ചെയ്ത രാഹുലിനെ എന്തിന് 2025 നേരിട്ട് കാണണം, അതും 3 മണിക്കൂർ 3-4 മണിക്കൂർ വേണം, ഓഫീസിൽ പറ്റില്ല, പ്രൈവസി വേണം, ആരുടെയും ശല്യം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്ത ചാറ്റ് രാഹുലോട് ചോദിച്ചപ്പോൾ രാഹുൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഓഫീസ് പറ്റില്ല, ഓഫീസിലാണെങ്കിൽ എനിക്ക് എന്നോ കാണാമല്ലോ എന്നെല്ലാം സംസാരിച്ച ചാറ്റ് ഇന്നലെ ഫെനി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. രാഹുലിനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് പുറത്ത് വിട്ടതാണ്. പോലീസിൻ്റെ മുന്നിൽ രാഹുലിനെ രക്ഷിക്കാൻ ഇതൊന്നും പറ്റില്ല. ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് സിമ്പതി തോന്നുമല്ലാതെ പോലീസുകാരുടെ മുന്നിൽ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. അത്രയ്ക്ക് മോശമാണ് പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അതിനെതിരെ ഇന്ന് അതിജീവിത ഒരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് കൊടുത്തതാണോ അതോ പോലീസുകാർക്ക് കൊടുത്തിട്ട് പോലീസുകാർ മാധ്യമങ്ങൾക്ക് കൊടുത്താണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവർ ഓഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ പിന്നെ ആളുടെ വയറ്റിലുണ്ടായ കരുവിൻ്റെ അച്ഛനാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സിമ്പതി ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. കാരണം വേറൊരാളുടെ ഭാര്യയായി ഇരിക്കുമ്പോഴും രാഹുലിൻ്റെ കുട്ടിയെ വയറ്റിൽ ചുമക്കാൻ കിട്ട മാറിച്ച മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ആ മനസ്സ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കതൊരു 17 മിനിറ്റിൻ്റെ ഓഡിയോ ആണ്. അത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കേട്ട് നോക്കാം. കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കൂ. എന്നെ അധിക്ഷേപിക്കണം, വ്യക്തിഹത്യ നടത്തണം, സ്ലട്ട് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിങ് നടത്തണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ ഞാൻ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കാരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഫെനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 2024 മെയ് മാസത്തിലാണ്. എനിക്ക് മിസ്കാരേജ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. ഈ സമയത്താണ് ഫെനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഫെനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചൂരൽമല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചാലഞ്ച് ഉണ്ട്, കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഈ സ്ട്രേഞ്ചറായി എൻ്റെ അടുത്ത് അവൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാങ്കോട്ട് ഡ്രോ നടത്തുന്നതും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നറാവാൻ ശ്രമിക്കുക എന്നായിരുന്നു. പിന്നെ എന്ത് സംസാരിച്ചാലും ഫെനി അവസാനം ഈ രാഹുൽ മാങ്കോട്ടത്തിനെ പറ്റി സംസാരിച്ചാണ് നിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായി, രാഹുൽ ഈ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ഫെനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പം അതും കൂടെ അറിയാൻ ഞാനും ഇനിഷ്യേറ്റീവ് എടുത്ത് ഫെനിയുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായി. ഞാനൊരു എൻ്റെ അനീതിയുടെ പ്രായമുള്ളൂ ഫെനിക്ക്. അപ്പം ഞാനൊരു കുഞ്ഞ് അനിയനെ പോലെയാണ് ഫെനിയെ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പം ഞാനന്ന് കടന്നു പോകുന്നൊരവസ്ഥ ഫിസിക്കലി എനിക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്, ഹെവി ക്ലോട്ട്സ് ഉണ്ട്, പിന്നെ ക്ഷീണമുണ്ട്, തലകറക്കമുണ്ട്, തളർച്ചയുണ്ട്, മെൻ്റലി എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഇൻസോംനിയ ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മളൊരു മെൻ്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ
എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതെനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് കുഞ്ഞായിരുന്നു ഇതിങ്ങനെ നീട്ടി വലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അതിന്റെ ചോദ്യം ചോദിച്ചിട്ട് പറയില്ല, എഴുതി വെച്ചിട്ട് പറയാണോ എന്തോ അല്ലേ? ടെൻഡൻസി ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റഡ് ആണോ? ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിലും ഇരിക്കുമ്പോഴാണ് ഫെനി സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മൊമെന്റിൽ എനിക്ക് ആരുടെയെങ്കിലും അടുത്തൊന്ന് വിളിച്ച് പറയണമായിരുന്നു. പക്ഷെ ഞാൻ അനുഭവിച്ച ഫിസിക്കൽ അസോൾട്ടിനെയും എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തതിനെ പറ്റി അതിനേക്കാളൊക്കെ അന്ന് ആ സമയത്ത് ഫെനിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടതും എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനേ ചെയ്തതും എന്നെ ഷെയിം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ സാരിയില്ല എന്നൊക്കെ പറഞ്ഞു, ഇതാരോട് എനിക്ക് പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിക്ക് ചോദിച്ചു, ഫെനി ഈ രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ, വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ, നീ എൻ്റെ അടുത്ത് സത്യം പറയണം, ഞാൻ നിന്നെ അനിയനെ പോലെ കാണുന്നത്, നീ ഒരു ചേച്ചിയെ പോലെ കാണുന്നത്, നിന്റെ അടുത്ത് സത്യങ്ങളെ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസ് ആണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനി ഒരു ട്രോമ ബോണ്ടിൽ രാഹുലിന്റെ അടുത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സമാധാനമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത്. പിന്നീട് രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. രാഹുലേട്ടൻ ഇങ്ങനെ പൊതുപ്രവർത്തകനായതുകൊണ്ട് ബാക്കി പ്രവർത്തകരുടെ പല ചെലവുകൾക്കും പൈസ ഇല്ല, അവരുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ആശുപത്രി ചെലവ്, കല്യാണങ്ങള്, മരണങ്ങള് എല്ലാത്തിനും കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇതേ ബാധ്യതകളുണ്ടായെന്ന് എന്നെ വിശ്വസിപ്പിച്ചു. പിന്നെ പാലക്കാട് ഇലക്ഷന് തൊട്ട് മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഫെനീൻ്റെ അടുത്ത് പറയുന്നത്, രാഹുലേട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടം തിരിയുവാണ്, ഞങ്ങൾ തലേദിവസം ട്രിവാൻഡ്രം വന്നതാണ്, അപ്പോൾ ഫുഡ് മേടിക്കാൻ പോലും പൈസ ഇല്ല, ഞങ്ങളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു. രാഹുലിന്റെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പിന്നെ രാഹുലിന്റെ കാര്യത്തിൽ ഞാൻ ഓരോ റീഅഷുറൻസ് തന്നോണ്ടിരുന്നതും ഇതേ ഫെനി തന്നെയാണ്. പിന്നീട് രാഹുലിന്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ അറിയുന്നത് തളർന്നിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. രാഹുലിന് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാളാണ് രാഹുൽ. അപ്പൊ രാഹുലിന് വീണ്ടും ഒരു ഫ്യൂച്ചർ റീഅഷുർ ചെയ്ത് നമുക്കൊന്നിച്ച് ജീവിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത രാഹുൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെക്കാളും മികച്ചതായിട്ട് രാഹുലിന് തോന്നിയോ? അതാണ് നമ്മുടെ ചോദ്യം. എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 2024 ജൂലൈ തൊട്ട് 2025 നവംബർ വരെ ഞാൻ വളരെ ചുരുക്കം ദിവസങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഫെനിനെ എന്നോട് സംസാരിക്കാതിരുന്നിട്ടുള്ളൂ. അത്ര ദിവസങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളും കൂടിയിട്ടാണ്. പിന്നീട് ഒരു സിറ്റുവേഷനിൽ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഫെനിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുലിനെ ഒത്തിരി ചീത്ത വിളിച്ചു, ഒത്തിരി തെറി തന്നെ പറഞ്ഞു, സ്ലട്ട് ഷെയിം ചെയ്തു. പിന്നെയും എൻ്റെ പ്രഗ്നൻസി ഡിനേ ചെയ്തു. വീണ്ടും 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 ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതേ സമയത്ത് ഞാൻ ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഇങ്ങനെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫെനി എൻ്റെ അടുത്ത് പറയുന്നത് അത് പറയണ്ടായിരുന്നു, മറ്റൊരാൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് എന്നൊക്കെ ഫെനീൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീട് 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനിനാണ്. അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു റിലേഷൻസ് വന്നുകൊണ്ടിരുന്നത്. മാനസികമായിട്ട് തളർന്നായിരിക്കും എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം കൂടിയിട്ടായിരുന്നു. സുഹൃത്തുക്കളൊക്കെ ചോദ്യം ചെയ്തു, അതങ്ങനെയാണ് സുഹൃത്തുക്കളുടെ കാര്യം. രാഹുലിന്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ സുഹൃത്തുക്കളെ എല്ലാ തെണ്ടിത്തത്തിനും കൂടെ നിൽക്കുകയാണ്.
അല്ലാതെ എന്റെ അദ്ദേഹത്തിനും കൂടെ നിൽക്കല്ല, എല്ലാ കുറ്റവും അറിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നതാണല്ലോ സുഹൃത്ത്. അവന്റെ ഗുണവും ദോഷവും അവന്റെ നല്ലതും ചീത്തയും എല്ലാം റിപ്പോർട്ടർ ചാനലും അപ്പൊ ഈ പരിപാടിക്കും ഫെനി കൂട്ട് തന്നിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നിങ്ങളായിട്ട് ഇതാക്കണം. എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്നത് നിന്റെ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ ഒരു ഗർഭമില്ലാന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരാം, നീ വരാൻ പറഞ്ഞു. ഞാൻ അല്ലെങ്കിലും വരും, എനിക്ക് അറിയണം, എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, എന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു. രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്ലാരിറ്റിയും തരില്ല, ഒരു ക്ലോഷറും തരില്ല. അതാണ് രാഹുലിന്റെ ഒരു രീതി. അപ്പോൾ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫെനി വിളിക്കും, അയാൾ തകർന്നിരിക്കുകയാണ്, അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്, ഡൗൺ ആയിട്ടിരിക്കുവാണ്, ഈ കൂടെ നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫെനിയുടെ അടുത്ത് പറഞ്ഞു, ഫെനി എന്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫെനി പറഞ്ഞു, ഈ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കഴിയട്ടെ, ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ 4 എണ്ണം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ഫെനിയുടെ അടുത്തേക്കുണ്ട്, ഫെനി നീ എന്റെ അടുത്ത് സത്യം പറ, എന്റെ കുഞ്ഞിനെ പോലെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ? ഇങ്ങനെയാണ് ഞാൻ ഫെനിയുടെ അടുത്ത് ചോദിക്കുന്നത്. ഫെനി പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, ഇതെല്ലാം ഫേക്കാണ്, വേണമെങ്കിൽ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തന്നെ തെളിവുകൾ തരാം എന്നൊക്കെ ഫെനി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ പറഞ്ഞതനുസരിച്ചാണ് എനിക്കിതിന് ക്ലാരിറ്റി തരാം, നീ നേരിട്ട് വരുമ്പോൾ ഞാൻ നിന്നെ എല്ലാം ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നാട്ടിൽ വരുന്നത്. ഇതേ സമയത്ത് ഈ രാഹുൽ എനിക്ക് തന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ട്രോമാസും കൊണ്ടും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഫിസിക്കലി ആൻഡ് മെന്റലി. ഇതൊക്കെ ഫെനിക്കറിയാം. ഫെനീൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയോ? അവനറിയാം ഇതിന്റെ റീസൺ ഈ രാഹുലാണെന്നറിയാം. ഈ അറിയുന്ന ഫെനി തന്നെയാണ് ഇപ്പൊ എന്നെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെ പിന്നെ ഇവരെല്ലാവരും ഒരേ കൂട്ടുകാരനെ ഇപ്പൊ രക്ഷിക്കേണ്ടത് അതിന്റെ അത്യാവശ്യമായതുകൊണ്ട് എനിക്കൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. രാഹുൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ നാട്ടിൽ വന്നു, ക്ലാരിറ്റി തരാമെന്ന് പറഞ്ഞു. ഞാൻ അടൂർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, അതിലും ഭേദം കുറച്ച് വിഷം ഇങ്ങോട്ട് വരുന്നതാണ്, ഇപ്പം ഇങ്ങോട്ട് വരരുത്, നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം, അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കുമെന്ന് പറഞ്ഞു. നീ അങ്ങനെ ചെയ്യരുത്, നമുക്ക് പാലക്കാട് വെച്ച് കാണുമെന്ന് രാഹുൽ ഇങ്ങനെ പറഞ്ഞു. രാഹുൽ ആ ഗ്യാപ്പിൽ ആ കിട്ടിയ സമയം കൊണ്ട് എന്നെ എന്തേരം മാനിപ്പുലേറ്റ് ചെയ്യാമോ അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ രാഹുൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് രാഹുൽ പാലക്കാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രാഹുൽ ഒരു റീ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ രാഹുലിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ രാഹുലിന് വീണ്ടും ഭയങ്കര അഹങ്കാരത്തോടെ, അതിന് പിന്നെ ഞാൻ അടൂര് വരും എന്നൊക്കെ പറയുമ്പം ഞാൻ ഇപ്പം മരിക്കും, ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ സിട്രസിനും പാരസിറ്റമോളും കഴിച്ചാണ് ജീവിക്കുന്നത്, എന്നെ എല്ലാവരും വീഴ്ത്തി, എന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുവാണ്, എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിത് ഒരുപക്ഷെ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഭയങ്കര അഹങ്കാരത്തോടെയൊക്കെ അങ്ങനെ തന്നെ കാണെങ്കിൽ ഇത് ഫെനിയായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ ഫെനിയുടെ ആവശ്യമില്ല, നീ ഒരു സമയം പറയുകയാണെങ്കിൽ ഞാൻ കാണാൻ വരാം, ഒരു ഡേറ്റും സമയം വരുവാണെങ്കിൽ. പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം, എനിക്കറിയണം എന്നെപ്പോലെ ഇനിയും സ്ത്രീകളുണ്ടോ, ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയണം. എന്നെ എന്തിനാണ് ഇത്രയും നാള് ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊല്ലാക്കല ചെയ്തതെന്ന് എനിക്കറിയണം. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. നടന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിരുന്നു രാഹുല് ഫെനിയായിട്ട് കോണ്ടാക്ട് ചെയ്യണം, നീ ആ വഴി എന്നെ കണ്ടാൽ മതി എന്നൊരു വാശി പിടിച്ചത് ഈ രാഹുൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈ കാര്യം സംസാരിക്കാൻ എനിക്ക് ഫെനിയോട് ഇതിനുവേണ്ടി മിണ്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ എന്നെ ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ കാണണമെങ്കിൽ ഫെനിയായിട്ട് സംസാരിക്കുക, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലിന്റെ ഒരു രീതിയുണ്ട്, ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നെ സംസാരിക്കില്ല, അതാണ് അയാളുടെ രീതി. അപ്പൊ അത് രാഹുൽ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഫെനിയെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഫെനി ഈ പറഞ്ഞ ഫെനിയുടെ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ നിൽക്കുന്ന എന്നെയാണ് ഇവര് രണ്ടുപേരും കൂടെ ഒഴിവാക്കാൻ നോക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി ഇല്ല, എപ്പോഴാണ് എങ്ങോട്ടാണ് വരേണ്ടത്, ഏത് ഡേറ്റിലാണ് വരേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒഴിഞ്ഞു മാറുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഈ ഫെനി എൻ്റെ അടുത്ത് പറഞ്ഞു, രാഹുലേട്ടൻ പറഞ്ഞു ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസ് പറ്റില്ല, അത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർക്ക് ആക്സസ് ഉള്ള സ്ഥലമാണ്, മീഡിയ ഉണ്ട്,
പിന്നെ വേറെ പാർട്ടീസിന് അവിടെ അന്നേരം എന്ത് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു രാഹുലിന്റെ ഓഫീസിൽ. അപ്പോൾ വേറെ പാർട്ടിക്കാർക്ക് ആക്സസ് ഉണ്ട്, പബ്ലിക്കിന് ആക്സസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഐ നീഡ് ടൈം. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇയാളായിട്ട് സംസാരിക്കണം. രാഹുലിന്റെ ഒരു രീതി ഉണ്ട്. രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആൾ ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ചാച്ചി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. ഇപ്പൊ രാഹുലിന്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും പാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്, എന്റെ കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പൊ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫാസിലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവര് പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ എവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുലിന്റെ ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എല്ലാം അറിയണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ രാഹുലിനെ കൂട്ടുപിടിച്ചത്. രാഹുൽ അതിനേക്കാളും മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറാതെ വീണ്ടും പുറകിലേക്ക് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന്റെ പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ, തലയെ വാലമില്ലാതെ ഫെരീനെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഞാൻ ഇത്ര വ്യക്തിഹത്യ ചെയ്യപ്പെടും, സ്ട്രക്ചയും ഉണ്ടാകും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുക. അതായത് നിങ്ങൾ പറഞ്ഞത് ട്രോമ വരണം, അങ്ങനെ വരണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടാണല്ലോ നിങ്ങൾ വേറൊരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഭർത്താവ് കൂടെ ഇരിക്കുകയാണ്, മറ്റേ പെൺകുട്ടിനെ പോലെ വീട്ടിലേക്ക് വന്നിരിക്കുകയല്ല. കാരണം നിങ്ങൾ ഒരുമിച്ച് ചാറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് രാഹുലിനെ അയച്ചിട്ട് നിങ്ങൾ കൂട്ടുകൂടി സംസാരിച്ചു എന്നാണല്ലോ നിങ്ങൾ ഫസ്റ്റ് അതേ കംപ്ലൈൻറ്റിൽ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ആ സമയത്ത് ചാറ്റ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ല, അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആണ് എന്ന്, ഞങ്ങളുടെ അത് തീർന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഒരുമിച്ച് കൂടെ നടന്നത്, പിന്നെ രാഹുലുമായിട്ട് ചാറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയും, ഇതുപോലെ എന്തായാലും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലല്ലോ നിങ്ങളുടെ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് തന്നെ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാതെ രാഹുലിൻ്റെ പിന്നാലെ വീണ്ടും 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 പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹസ്ബൻഡിനെ അവിടെ എത്തിയിട്ട് രാഹുലിൻ്റെ കൂടെ വന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തിട്ട് രാഹുലിൻ്റെ കൂടെ വരാമായിരുന്നു, അതും ചെയ്തില്ല. എന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ അറിയില്ല, ഈ പെൺകുട്ടികളുടെ മനസ്സ് പെൺകുട്ടികൾക്കേ അറിയുള്ളൂ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. ഇത് കേട്ടിട്ട് അംഗീകരിക്കാൻ ഒരു 70-80% പറ്റുന്നില്ല. 70% പറ്റുന്നില്ല. ഒരു 30% വേണമെങ്കിൽ നമുക്ക് രാഹുലിനെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഒരാൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്, വേറൊരാൾ സംസാരിച്ചു, പഞ്ചാര വാക്കുകൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഇറങ്ങുന്ന പെൺകുട്ടികളും പഞ്ചാര വാക്കുകൾ നിന്ന് തിരിച്ച് സംസാരിക്കുന്ന പെൺകുട്ടികളെയും അവിഹിതം നടക്കുന്നതും അവിഹിതമാണും പെണ്ണും അവിഹിതം ഉണ്ടാകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഇത്രയ്ക്ക് ഈ ലെവലിലേക്ക് പോകില്ല. അവർ സംസാരിക്കും, അല്ലെങ്കിൽ വല്ല പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അത് കഴിഞ്ഞു പോയി. അല്ലാതെ പുള്ളിയുടെ ജീവിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഈ രണ്ടാണിനും പെണ്ണിനും ഇഷ്യൂ ഉണ്ടായിരിക്കണം. അവർ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും വേറെ പോയിട്ട് ബന്ധത്തിൽ ഏർപ്പെടും. ഇവിടെ ആൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും രാഹുലായിട്ട് ചാറ്റ് ചെയ്ത് രാഹുലായിട്ട് സംസാരിച്ചു. അതിൽ പരിചയപ്പെട്ടതിൻ്റെ രസമാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് അറിയാതെ സെൻഡായി പോയി എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പറയണ്ടേ. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ലിങ്ക് എങ്ങനെയാണ് ആളെ മാറിയിട്ട് പോവുക? നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, നമുക്കറിയില്ലേ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് എന്താണ് അറിയാതെ ലിങ്ക് പോകുമോ? നമ്മുടെ ഫോണിൽ ഇല്ലാതെ ആൾക്ക് ലിങ്ക് പോകുമോ? അല്ലെങ്കിൽ അതിൽ കാണില്ലേ? അത് ഏതോ ഒരു രാഹുലാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകുന്നത്? എങ്ങനെ? ഒരിക്കലും പോകില്ല. കാരണം ഏതോ ഒരു രാഹുൽ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിൻ്റെ പ്രൊഫൈൽ കറക്റ്റായിട്ട് അറിയും. രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്, അത് ഇത്രയും ഫേമസ് ആയ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ അങ്ങോട്ട് കയറി അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ കൂടെ കൂടിയത് തന്നെയാണ്. അതില്ലാന്ന് ഒരിക്കലും പറയണ്ട. രാഹുൽ അതിനെ പിടിച്ച് മുതലാക്കി, അത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ ഇപ്പോൾ ന്യായീകരിച്ച് മകിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കാനഡയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് പിന്നെ എഫ്ഐആറിൽ സൈറ്റ് ചെയ്തിട്ട് രാഹുലിനെ അകത്താക്കാൻ നോക്കുക. അല്ലാതെ ഈ ഫോണിൽ കൂടെ തന്നെ ഇരുന്ന് വീഡിയോ കോളും ചെയ്ത് ഓഡിയോയും ചെയ്ത് അയച്ച് രാഹുലിനെ ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്തത്. ഇവിടുത്തെ പിന്നെ നികുതി പണം എടുത്തിട്ട് കേസിന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇനി എല്ലാ ബലാത്സംഗ കേസിലും പ്രതികളും എല്ലാ ബലാത്സംഗ കേസിലെ അതിജീവിതന്മാരും ഒരു കാര്യം ആലോചിക്കുക. ഇതുപോലെ വീഡിയോ കോളോ അല്ലെങ്കിൽ എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്ന് അയച്ചാൽ മതി. മുഖ്യമന്ത്രി എല്ലാവരും കേസെടുത്ത് ബലാത്സംഗ കേസ് കംപ്ലീറ്റ് അവസാനിപ്പിക്കും.